ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ മാത്സ് ആണ്. നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? നമ്മുടെ 1ാമത്തെ യൂണിറ്റിന്റെ പേര് ലെറ്റ്സ് ഡ്രോ എന്നാണ്. നമ്മുടെ ലെറ്റ്സ് ഡ്രോ എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പൊ നോക്കൂ, എന്താ നമ്മുടെ ലെറ്റ്സ് ഡ്രോ എന്നുള്ള പാഠത്തിൽ എന്താണ് പറയുന്നത്? ഷേപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഓരോ ആകൃതികളെ കുറിച്ച്, ഷേപ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഷേപ്പുകൾ വെച്ചിട്ട്, അതായത് ട്രയാങ്കിൾ ആയിക്കോട്ടെ, നമ്മുടെ റെക്റ്റാങ്കിൾ, അങ്ങനെ കുറെ ഷേപ്പുകളുണ്ട്, നമ്മളത് പഠിക്കും. അപ്പൊ അങ്ങനെ അത്തരം ഷേപ്പുകൾ വെച്ചിട്ട് വരച്ച ചിത്രങ്ങളാണ് നമ്മുടെ 1ാമത്തെ പേജിലുള്ളത്. എല്ലാം ഈ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല. ഇവിടെ നോക്കൂ, ട്രീ ഉണ്ട്, അതുപോലെ ഹൗസ്, ഡോഗ്, ട്രെയിൻ അല്ലേ, അതുപോലെ സൈക്കിൾ, ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്, എയ്റോപ്ലെയിൻ ഉണ്ട്. ഇതെല്ലാം തന്നെ, ഈ ചിത്രങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ്? ഷേപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ അത്തരം ഷേപ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പൊ നോക്കൂ, ഫസ്റ്റ് പേജില് വെൽക്കം ഫെസ്റ്റ്. അനു ആൻഡ് Subi are in class 3. Their school is decorated for the welcome fest. Color the festoons and make the picture prettier. അതായത് നമ്മുടെ അനുവും സുബിയും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ്. അവരുടെ സ്കൂളില് വെൽക്കം ഫെസ്റ്റ്, നമ്മുടെ പ്രവേശനോത്സവം, സ്കൂൾ തുറക്കുന്ന സമയത്ത് പ്രവേശനോത്സവം ഇല്ലേ, അതുപോലെ വെൽക്കം ഫെസ്റ്റ് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനാണ് വെൽക്കം ഫെസ്റ്റ് എന്ന് പറയാ. അപ്പൊ അവിടെ നമ്മൾ വെൽക്കം ഫെസ്റ്റിൽ എന്തുണ്ട്? നമ്മൾ എന്തൊക്കെ തൂക്കിയിട്ടുണ്ട്? ഫെസ്റ്റൂൺസ് എന്ന് വെച്ചാൽ തോരണങ്ങളെ പറയണതാണ്. അപ്പൊ അത്തരം ഫെസ്റ്റൂൺസ് ആണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ, ഇതാണ് ഫെസ്റ്റൂൺസ് എന്ന് പറഞ്ഞാല് തോരണങ്ങൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാ. അപ്പൊ ഇത് എന്ത് ചെയ്യാനാ പറയുന്നത്? കളർ ചെയ്യാനാണ് പറയുന്നത്. വെറുതെ കളർ ചെയ്താൽ പോരാ, അതിവിടെ ഏതൊക്കെ കളറാ കൊടുക്കേണ്ടത് ഇവിടെ ഉണ്ട്. അതായത് 3 ഷേപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫെസ്റ്റൂൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഈ കാണുന്നത് കണ്ടോ, ഈ ബ്ലൂ കളറിൽ കാണുന്നില്ലേ, ഇതിന്റെ പേരാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. റെക്റ്റാങ്കിൾ. ഇതാണ് ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് ട്രയാങ്കിളിന്റെ പേര്. ഇത് നമ്മൾ വട്ടം നമ്മൾ മലയാളത്തിൽ പറയില്ലേ, വട്ടം. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ സർക്കിൾ എന്നാണ് പറയുക. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന 3 ഷേപ്പുകളുടെ പേരാണ് റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ. അപ്പൊ നോക്കൂ, ഈ 3 ഷേപ്പുകൾ നിങ്ങൾ ഈ ഫെസ്റ്റൂണിൽ കാണുന്നില്ലേ? അപ്പോൾ ആ കാണുന്ന ഷേപ്പിന് ഇവിടെ ഏത് നിറമാണ് തന്നിരിക്കുന്നത്, ആ നിറമാണ് കൊടുക്കേണ്ടത്. അതായത് റെക്റ്റാങ്കിളിന് ബ്ലൂ കൊടുക്കുക, ട്രയാങ്കിളിന് ഗ്രീൻ കൊടുക്കുക, സർക്കിളിന് റെഡ് കൊടുക്കുക. ഇതുപോലെ ഓക്കെ, ഇതുപോലെ കളർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? ഇവിടെ ഈ ഫെസ്റ്റൂൺസിൽ മാത്രം, ഈ ബിൽഡിങ്ങിലൊന്നും നോക്കണ്ട. ബിൽഡിങ്ങിലൊക്കെ നമുക്ക് ഈ പോലെ റെക്റ്റാങ്കിൾ ഒക്കെ കാണാൻ പറ്റും. ബിൽഡിങ്ങിലൊന്നും അല്ല നോക്കണ്ട, ഈ ഫെസ്റ്റൂണിൽ മാത്രം നോക്കിയിട്ട് അതിൽ എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്, എത്ര ട്രയാങ്കിൾ, എത്ര സർക്കിൾ ഉണ്ട് നോക്കുക. അത് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. കൗണ്ട് ദി നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദ ഫെസ്റ്റൂൺസ്. അപ്പൊ നമുക്ക് എണ്ണി നോക്കുമ്പോൾ നമുക്ക് കിട്ടും. നമ്മുടെ റെക്റ്റാങ്കിൾ 10 ഉണ്ട്, ട്രയാങ്കിൾ 32 ഉണ്ട്, സർക്കിൾ 21 ഉണ്ട്. ഓക്കെ, അടുത്തത് ഗ്രീറ്റിംഗ് കാർഡ്. Vidu is a new student this year. The others want to make him a greeting card. Subi and others are drawing pictures and sticking dots to make it pretty. Can you help? There is one dot in the picture. How many more of the same size can you fix around it? What I guessed. അതായത് ഇവിടെ നമ്മുടെ സുബിന്റെ സ്കൂളിൽ വിധു പറഞ്ഞിട്ട് പുതിയൊരു കുട്ടി ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ വിധുവിന് എന്തുണ്ടാക്കി കൊടുക്കണം? ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ സുബിയും അവന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ എന്ത് ചെയ്യണം? ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇതുപോലെ വരയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവര് ഡോട്ട്സ് ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡോട്ടുകൾ ഒട്ടിച്ചു. ഇവിടെ ഒരു ഡോട്ട് ഒട്ടിച്ചിട്ടുണ്ട്, കണ്ടോ? ഈ കറുപ്പ് കളർ കണ്ടില്ലേ, ഈ ബ്ലാക്ക് കളറിൽ ഈ ഡോട്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറയുന്നത് വെച്ചാൽ, ദർ ഇസ് വൺ ഡോട്ട് ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ ഒരു ഡോട്ട് നിങ്ങൾ കണ്ടു അല്ലേ, ഇതാ ഒരു ഡോട്ട്. ഹൗ മെനി മോർ ഓഫ് ദ സെയിം സൈസ് ക്യാൻ യു ഫിക്സ് അറൗണ്ട് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഡോട്ട്, എത്ര ഡോട്ട്, ഇതേ വലുപ്പത്തിലുള്ള എത്ര ഡോട്ടാണ് ഇതിന് ചുറ്റും ഒട്ടിക്കാൻ പറ്റുക? ഓക്കെ, ഇതിന്റെ സെയിം സൈസ് ക്യാൻ യു ഫിക്സ് അറൗണ്ട് ഇറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇതിന് ചുറ്റും, ഇവിടെ ഒന്നും അല്ല കേട്ടോ, ഇവിടെ ഒന്നും അല്ല, ഈ ഡോട്ടിനോട് ചേർന്നിട്ട് ഇതേ വലുപ്പത്തിൽ എത്ര എണ്ണം നമുക്ക് ഇവിടെ ഒട്ടിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. വാട്ട് ഐ ഗസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര, നമുക്ക് ചിത്രം നോക്കിയിട്ട് നമ്മൾക്കൊരു ഗസ് ഉണ്ടാവില്ലേ, അതായത് ഊഹിച്ച് പറയാനാണ് പറയുന്നത്. എത്ര ഒട്ടിക്കാം? ഒരു മിനിമം 5, നമുക്ക് എത്രയാണ് നിങ്ങൾക്ക് ഗസ്സിൽ തോന്നുന്നത്, അതാണ് നമ്മൾ എഴുതേണ്ടത്. അതിനുശേഷം ഹൗ മെനി ഡോട്ട് കുൾ ഐ ആക്ച്വലി ഫിക്സ്, എന്നിട്ട് ഇത് ചെയ്ത് നോക്കുമ്പോൾ എത്ര എണ്ണം ആക്ച്വലി നമുക്ക് ഇതിന് ചുറ്റും എന്ത് ചെയ്യാൻ പറ്റും, ഒട്ടിക്കാൻ പറ്റുന്നുണ്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. അത് നമുക്കൊരു 6 എണ്ണം വരെ ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്. ആൻസർ 6 അല്ലേ. ഇതൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. അപ്പൊ ഇതുപോലെ ഡോട്ട്സ് ഒട്ടിച്ച് നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ കണ്ടോ, ഇതുപോലെ വരച്ച് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് ഭംഗിയാക്കുക.
Can you draw? See the picture made with the circles. Can you color it? അപ്പോൾ ഇവിടെ നോക്കൂ സർക്കിൾസ്, നമ്മൾ സർക്കിളിന്റെ ഷേപ്പ് പരിചയപ്പെട്ടു അല്ലേ, വട്ടത്തിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുക. അപ്പൊ സർക്കിൾ വെച്ചിട്ട് വരച്ച ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ക്യാൻ യു കളർ ഇറ്റ്? ഇത് ഈ ചിത്രം കളർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് ചിത്രത്തെ എന്താക്കുക, നല്ല ഭംഗിയാക്കുക. എന്നിട്ട് ഡ്രോ അനദർ പിക്ചർ യൂസിങ് സർക്കിൾസ്. അപ്പൊ ഇവിടെ സർക്കിൾസ് മാത്രം ഉപയോഗിച്ച് ചിത്രം വരച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതേപോലെ നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറയുന്നത്? സർക്കിൾസ് ഉപയോഗിച്ചിട്ട്, വട്ടങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരച്ച് കളർ കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്, വരയ്ക്കാനാണ് ഇവിടെ അതിനുള്ള സ്ഥലമാണിത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വട്ടങ്ങൾ ഉപയോഗിച്ചിട്ട്, അത് സർക്കിൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം ഇവിടെ വരയ്ക്കുക. ഹൗ ഡിഡ് യു ഡ്രോ ദ സർക്കിൾസ്? നിങ്ങൾ എങ്ങനെയാണ് സർക്കിൾസ് ഡ്രോ ചെയ്തത്? അപ്പൊ എങ്ങനെ നിങ്ങൾ വരച്ചത്? ഈ വട്ടങ്ങൾ, അതായത് ഓരോന്നും ഓരോ സൈസാണ്. ഈ ചിത്രമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വട്ടവും ഓരോ സൈസാണ്. അപ്പൊ ഈ സർക്കിൾസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് വരച്ചതെന്നാണ് ചോദിക്കുന്നത്. ഇനി അതർ വേ ടു ഡ്രോ സർക്കിൾ. അപ്പൊ എങ്ങനെയൊക്കെ വരച്ചു? ഇപ്പൊ ചില കുട്ടികൾ എങ്ങനെ വരയ്ക്കും, നമ്മൾ ഈ പറഞ്ഞ പോലെ കോയിൻസ് ഇല്ലേ, നമ്മൾ നാണയങ്ങൾ, കോയിൻസ് ഇല്ലേ, കോയിൻസ് ഒക്കെ വെച്ച് ഓരോ കോയിൻസ് ഓരോ വലിപ്പമാണില്ലേ, അതൊക്കെ വെച്ച് നമുക്ക് റൗണ്ട് വരയ്ക്കാൻ പറ്റും. പിന്നെ വള വെച്ചിട്ട് ചെറിയ വളകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വട്ടം വരയ്ക്കാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെയാണ് വട്ടം വരച്ചതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. Shapes in a boat. Vidu liked the card. He gave them a paper boat he made. അപ്പൊ വിധുവിന് നമ്മുടെ സുബിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഗ്രീറ്റിംഗ് കാർഡ് വളരെയധികം ഇഷ്ടമായി. അവൻ എന്ത് ചെയ്യാണ്, അവനൊരു ബോട്ട് കൊടുത്തു. തിരിച്ചൊരു ബോട്ടാണ്, പേപ്പർ ബോട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് അവൻ വിധു കൊടുത്ത പേപ്പർ ബോട്ടാണിത്. അൺഫോൾഡ് ദ ബോർഡ്. വാട്ട് ഷേപ്സ് ഡു യു സീ? റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഇൻ ദിസ് ടേബിൾ. അതായത് ഈവൻ ആ പേപ്പർ ബോട്ടിനെ പേപ്പർ വെച്ചുണ്ടാക്കിയ ബോട്ട് നിവർത്തിയപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കിട്ടിയത്. അത് അൺഫോൾഡ് ചെയ്യുക പറഞ്ഞാൽ നിവർത്തിയപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പൊ ഇത് നോക്കിയിട്ട് നമ്മൾ ഏതൊക്കെ ഷേപ്പാണ്, അതായത് റെക്റ്റാങ്കിൾ എത്ര ഉണ്ട്, ട്രയാങ്കിൾ, ഈ ചിത്രത്തിൽ ഇതില് എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്, എത്ര ട്രയാങ്കിൾ ഉണ്ട് എഴുതാനാണ് പറയുന്നത്. ഇപ്പൊ റെക്റ്റാങ്കിൾ നോക്കാം ആദ്യം. എത്ര റെക്റ്റാങ്കിൾ കാണുന്നുണ്ട്? അല്ലെ 1, 1, 2, പിന്നെ ഇത് മൊത്തത്തില് അല്ലെ, ഇത് കംപ്ലീറ്റ് ആയി എടുക്കുമ്പോൾ 3. അപ്പൊ മൊത്തം 3 റെക്റ്റാങ്കിൾസ് ഉണ്ട്. 3 റെക്റ്റാങ്കിൾസ് ആണ് കേട്ടോ, 2 അല്ല, 3 റെക്റ്റാങ്കിൾസ് ആണ്. പിന്നെ നമുക്ക് എന്താ ട്രയാങ്കിൾസ് നോക്കാം. ട്രയാങ്കിൾസ് നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6 ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതാണ്ടോ ഇവിടെ ഒന്നുണ്ട് അല്ലേ, ഇതൊന്നുണ്ട്. അപ്പൊ 7, ഇവിടെ ഒന്ന് എന്താണ് 8. അപ്പൊ മൊത്തം 8. അപ്പൊ ഇത് 8 ആക്കുക. ഇവിടെ 3 റെക്റ്റാങ്കിൾസ് ഉണ്ട്, 8 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ. Anu unfolded the boat and cut along the folds. See how she pasted shapes in her notebook. അപ്പൊ അനു എന്ത് ചെയ്തു, ആ അൺഫോൾഡ് ചെയ്ത ബോട്ടിൽ ഈ ലൈൻസിലൂടെ കൂടെ എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ട് അവൾ എന്ത് ചെയ്യാണ്, ആ കട്ട് ചെയ്ത പീസസ് വെച്ചിട്ട് പല ഷേപ്പുകൾ ബുക്കിൽ ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ദിസ് സ്പേസ് ദിസ് ഇൻ ഡിഫറെന്റ് വേസ് ആൻഡ് മേക്ക് മോർ പിക്ചേഴ്സ്. അപ്പൊ കട്ട് ചെയ്തത് വെച്ചിട്ട് പല ഡിഫറെന്റ് പിക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് നോട്ട്ബുക്കിൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി എന്ത് ചെയ്യാനാണ് പറയുന്നത്, ബുക്കിൽ ഒട്ടിക്കാനാണ് പറയുന്നത്. ലെറ്റ്സ് മേക്ക് ഷേപ്പ്. ഇത് നമുക്ക് ഷേപ്പുകൾ ഉണ്ടാക്കാം. കട്ട് ഔട്ട് എ റെക്റ്റാങ്കിൾ, കട്ട് ഇറ്റ് ഇൻടു 2 പീസസ് ആസ് ഇൻ ദ പിക്ചർ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എടുത്തു, നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. എന്നിട്ട് ഈ ചിത്രത്തിൽ കണ്ടു ഡോട്ടഡ് ലൈൻസ് കണ്ടോ, ഈ ഡോട്ടഡ് ലൈൻസിലൂടെ അത് കട്ട് ചെയ്യുമ്പോൾ ജോയിൻ ദ പീസസ് ഇൻ ഡിഫറെന്റ് വേ. എന്നിട്ട് അപ്പൊ നമുക്ക് 2 പീസ് കിട്ടില്ല. അതായത് ഏത് പീസാണ് കിട്ടുക, ഈ റെക്റ്റാങ്കിളിനെ ഇതിലൂടെ കട്ട് ചെയ്യുമ്പോൾ അത് എന്തായി മാറും, ട്രയാങ്കിൾ ആയി മാറും. അല്ലെങ്കിൽ 2 ട്രയാങ്കിൾ കിട്ടും. അത് ഇതുപോലെ പല രീതിയിൽ വെച്ചിട്ട് നമുക്ക് പല പിക്ചേഴ്സ്, പല ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ചോദ്യം. അതുപോലെ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. നൗ കട്ട് ഇറ്റ് ഇൻടു 4 and try. എന്നിട്ട് ഇത് 4 കട്ട് ചെയ്തിട്ടും ഇതുപോലെ പല ഷേപ്സ് ഉണ്ടാക്കി നോക്കാൻ പറയാണ്. Let's make shape. Anu and friends are making rectangles and triangles with earcle bits. അനുവും ഫ്രണ്ട്സും കൂടെ റെക്റ്റാങ്കിളും ട്രയാങ്കിൾസും ഉണ്ടാക്കുകയാണ്. അവർ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈർക്കിൾ തുണ്ടുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈർക്കിൾ വെച്ചിട്ട് റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഉണ്ടാക്കുകയാണ്. യൂസ് 24 ഈർക്കിൾ ബിറ്റ്സ് ഓഫ് ദ സെയിം ലെങ്ത് ടു മേക്ക് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾ. റൈറ്റ് ദിയർ നമ്പേഴ്സ് ഇൻ ദ ടേബിൾ ബിലോ. അതായത് 24 ഈർക്കിൾ ബിറ്റ്സ്, ഒരേ വലിപ്പത്തിലുള്ള 24 ഈർക്കിൾ തുണ്ടുകളാണ് അവരുടെ കയ്യിലുള്ളത്. അത് വെച്ചിട്ടാണ് അവർ റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഉണ്ടാക്കുന്നത്. എന്താ നിങ്ങളുടെ ചോദ്യം വെച്ചാൽ 24 ഈർക്കിൾ തുണ്ടുകൾ വെച്ചിട്ട് എത്ര ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒന്ന് ചെയ്ത് നോക്കുക. അതായത് 24 എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ, ഒരേ വലുപ്പത്തിൽ 24 ഈർക്കിൾ തുണ്ടുകൾ ഉണ്ട്. അതെടുക്കണു, എന്നിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കണം. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമുക്ക് അറിയാം എത്ര ഈർക്കിൾ വേണം, 3 ഈർക്കിൾ തുണ്ടുകൾ വേണം അല്ലെ. അങ്ങനെ 24 പീസ് വെച്ചിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും? ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ മൂന്ന് ഈർക്കിൾ വേണം. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 3 എണ്ണം വേണം. അങ്ങനെയാണെങ്കിൽ 24 ഈർക്കിൾ വെച്ച് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 8
8 ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമ്മൾ റെക്റ്റാങ്കിൾ 1 ഉണ്ടാക്കാൻ 4 വേണം. അങ്ങനെയാണെങ്കിൽ 24 പീസ് വെച്ചിട്ട് എത്ര റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം? 6 ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഈർക്കിൾ പീസുകൾ ഒരേ വലുപ്പത്തിലൊക്കെ എടുത്തിട്ട് ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 8 ട്രയാങ്കിളും 6 റെക്റ്റാങ്കിളും കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. അടുത്തത് ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ ഹിയർ. നമ്മൾ ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും വരയ്ക്കാനാണ് പറയുന്നത്. നമുക്കറിയാലോ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നാല് വശമുള്ളതാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് അല്ലെ. 4 സൈഡ് ഉണ്ടാവും. 1 2 3 4. ട്രയാങ്കിൾ ആണെങ്കിൽ 3 സൈഡ് ആണ് അല്ലെ. 1 2 3 ട്രയാങ്കിൾ. ഹൗ മെനി ഈർക്കിൾ ബിറ്റ്സ് ഡിഡ് യു യൂസ് ടു മേക്ക് എ റെക്റ്റാങ്കിൾ? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ഈർക്കിൾ തുണ്ടുകൾ വേണം? 1 2 3 4 വേണം. ആൻഡ് ഹൗ മെനി ഫോർ എ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ഈർക്കിൾ വേണം? 1 2 3 3 വേണം. അടുത്തത് പിക്ചേഴ്സ് ഇൻ ടൈൽസ്. അപ്പൊ ഇത് നോക്കുന്നത് ടൈൽസ് ആണ്. The ഗ്രാമപഞ്ചായത്ത് ഹാസ് മെയ്ഡ് എ സ്മാർട്ട് ക്ലാസ് റൂം ഫോർ ദ സ്കൂൾ ആൻഡ് ദ ഫ്ലോർ ഈസ് ടൈൽഡ്. Isn't it nice? അപ്പൊ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ സ്കൂളില് ക്ലാസ് മുറി സ്മാർട്ട് ക്ലാസ് റൂം ആക്കി. നമ്മുടെ ഫ്ലോർ ഒക്കെ നിലമൊക്കെ ടൈൽസ് ഒട്ടിച്ചു. അപ്പൊ അതിന്റെ ടൈൽസിന്റെ ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീ ദ ടൈൽ ഡിസൈൻ ദ ചിൽഡ്രൻസ് ഹാവ് ഡ്രോൺ. അതുപോലെ 3 കുട്ടികൾ വരച്ച ടൈൽ ഡിസൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അനു വരച്ചതും വിധുവും സുബിയും വരച്ചതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേക്ക് എ ടൈൽ ഡിസൈൻ ബൈ ജോയിൻ ദ ഡോട്ട്സ് ബിലോ ആൻഡ് കളർ ഇറ്റ്. തിങ്ക് ഇൻ വാട്ട് ഡിഫറെന്റ് വേസ് യു ക്യാൻ ജോയിൻ ദ ഡോട്ട്സ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഡോട്ട് കണ്ടോ? അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ ഈ അനുവും വിധുവും സുബിയൊക്കെ വരച്ചിരിക്കുന്ന ഡിസൈൻസ് കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ വരയ്ക്കുക. ഈ ഡോട്ടുകൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ച് അത് കളർ കൊടുത്ത് ഭംഗിയാക്കാനാണ് ഇവിടെ പറയുന്നത്. ഒരു ഡിസൈൻ വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ഡിസൈൻ വരയ്ക്കാം. ഇഷ്ടമുള്ള നിറം കൊടുത്ത് ഒരു നല്ല ചന്തമുള്ള ഒരു ഡിസൈൻ ആക്കി മാറ്റുക ഈ ഡോട്ടുകൾ ഉപയോഗിച്ചിട്ട്. ഓക്കെ, വാട്ട് ഷേപ്സ് ഡു യു ഗെറ്റ് ബൈ കട്ടിങ് അലോങ് ദ ഡോട്ടഡ് ലൈൻ? ഇവിടെ ABC 3 ചിത്രം കണ്ടില്ലേ? ഇതില് ഡോട്ടഡ് ലൈൻ, ഇപ്പൊ ചിത്രം എടുക്കാം ആദ്യം. ഈ ഡോട്ടഡ് ലൈനിലൂടെ കട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്കറിയാം ഇത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലെ. ഇതിൽ നടുക്കിലൂടെ ഈ വര കണ്ടില്ലേ? ഈ വരയിലൂടെ കട്ട് ചെയ്യുമ്പോൾ ഇത് ഏത് ഷേപ്പ് ആയിട്ട് മാറുമെന്നാണ് ചോദ്യം. ഇത് ഏത് ഷേപ്പ് ആകും? ഈ റെക്റ്റാങ്കിളിനെ ഇതിലൂടെ കട്ട് ചെയ്തു. അപ്പൊ ഏതായി മാറും? ട്രയാങ്കിൾ ആയി മാറും. ട്രയാങ്കിൾ. അടുത്തത് ഈ റെക്റ്റാങ്കിളിനെ നടുക്ക് ഇതിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാവും? അത് റെക്റ്റാങ്കിൾ തന്നെയാവും അല്ലെ. കാരണം ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 3 സൈഡ് ആവും. 1 2 3 സൈഡ് ആവും. അപ്പൊ അത് ട്രയാങ്കിൾ. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ നടുക്കി കൂടെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? 4 സൈഡ് തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ അത് റെക്റ്റാങ്കിൾ ആയി തന്നെ മാറും. ഇത് നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉത്തരം എന്താണ്? റെക്റ്റാങ്കിൾ ആയി തന്നെയാണ് മാറുന്നത്. ഡ്രോ എ സിംഗിൾ ലൈൻ ടു ഡിവൈഡ് ഈച്ച് പിക്ചർ ബിലോ ഇൻടു 2 ട്രയാങ്കിൾസ്. ഫോർ വിച്ച് ഫിഗേഴ്സ് കാൻ യു ഡു ദിസ്? ഇവിടെ ABCDE 4 ചിത്രം കണ്ടില്ലേ? ഈ 4 ചിത്രത്തിലൂടെയും എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഒരു ലൈൻ, ഒറ്റ സിംഗിൾ ലൈൻ ആണ് വരയ്ക്കേണ്ടത്. ഒരു സിംഗിൾ ലൈൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ചിത്രത്തിൽ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? 2 ട്രയാങ്കിൾ ആക്കി. ഇപ്പൊ എടുത്തു നമ്മൾ എന്ന ചിത്രത്തിലൂടെ എവിടെ വേണമെങ്കിലും നമുക്ക് ലൈൻ വരയ്ക്കാം. പക്ഷെ എന്തായി മാറണം? 2 ട്രയാങ്കിൾ ആയി മാറണം. ആ ചിത്രത്തിലുള്ളത് 2 ട്രയാങ്കിൾ ആയി മാറണം. ഒരു വരയെ വരയ്ക്കാൻ പാടുള്ളൂ ഒരു ചിത്രത്തില്. അപ്പൊ അത് ഏതൊക്കെ ചിത്രത്തിൽ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടുന്നുണ്ട് നോക്കുക. ഏതിലൊക്കെ കിട്ടുന്നില്ല എന്നാണ് ഇവിടെ ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം വരച്ചു നോക്കാം. എയില് നമുക്ക് ഇങ്ങനെ ലൈൻ നമ്മൾ നടുക്കി കൂടെ വരച്ചു. നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടിയോ? കിട്ടിയില്ലേ? 2 ട്രയാങ്കിൾ ഉണ്ട്. അടുത്ത് നമുക്ക് B എടുക്കാം. നമ്മൾ B ഇങ്ങനെ ക്രോസ് ചെയ്ത് വരച്ചു. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടിയില്ലേ? കിട്ടി. അടുത്ത Cയില് നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ കൂടെ ക്രോസ് ചെയ്ത് വരച്ചു. 2 ട്രയാങ്കിൾ കിട്ടി അല്ലെ. D നമ്മൾ ഒരു ലൈൻ വരച്ചു. നോക്കൂ, നിങ്ങൾക്ക് കിട്ടിയോ? 2 ട്രയാങ്കിൾ കിട്ടി. ഒരു ട്രയാങ്കിൾ കിട്ടി. വേറൊന്ന് റെക്റ്റാങ്കിൾ ആണ്. അപ്പൊ ഇത് കൂടെ പറ്റില്ല അല്ലെ. D പറ്റില്ല. അടുത്ത് നമ്മൾ കട്ട് ചെയ്തു. എങ്ങനെ കട്ട് ചെയ്താലും എന്തേ കിട്ടുള്ളൂ? ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ട്രയാങ്കിൾ കിട്ടില്ല അല്ലെ. അപ്പൊ ഏതിലൊക്കെയാണ്? ടിക്ക് ദോസ് യു കാണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ഫിഗറിലാണ് 2 ട്രയാങ്കിൾ കിട്ടാത്തത് ഏതൊക്കെയാണ് അതാണ് ടിക്ക് ഇടേണ്ടത്. Dയും Eയും. ഓക്കെ, അടുത്തത് വാട്ട് കംസ് നെക്സ്റ്റ്? അടുത്തത് എന്ത്? ഒരു പാറ്റേൺ ആണിത്. പിക്ചർ പാറ്റേൺ ആണ്. ഡ്രോ വാട്ട് കംസ് നെക്സ്റ്റ് ഇൻ ഈച്ച് ഓഫ് ദ പാറ്റേൺസ് ബിലോ. ഈ പാറ്റേണിൽ അടുത്തത് ഏത് ഫിഗർ ആണ് വരിക? അടുത്ത ഏത് ചിത്രമാണ് വരിക? അതാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഈ 3 ചിത്രങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ ഏതൊക്കെ ഷേപ്പാണ്? ആദ്യത്തെ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ആദ്യത്തെ പാറ്റേണിൽ ഏതൊക്കെ ഷേപ്പാണ് ഉള്ളത്? നമ്മുടെ റെക്റ്റാങ്കിളും ഉണ്ട്, ട്രയാങ്കിളും ഉണ്ട് അല്ലെ. റെക്റ്റാങ്കിളും ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. നോക്കൂ, ആദ്യത്തെ നമുക്ക് റെക്റ്റാങ്കിളിൽ ഇവിടെയാണ് ട്രയാങ്കിൾ വന്നത്. പിന്നെ അത് നേരെ താഴെ വന്നു. പിന്നെ അത് നേരെ അടുത്ത് വന്നു. പിന്നെ ഇങ്ങനെ കയറി പോവാണ് അല്ലെ. അപ്പൊ അടുത്തത് എവിടെയായിരിക്കും വരിക? നോക്കൂ, ഇങ്ങനെ വരും അല്ലെ. അടുത്തത് ഇവിടെയാണ് വരിക. അടുത്ത പാറ്റേണിൽ ഒരു ട്രയാങ്കിളും സർക്കിളും ആണുള്ളത്. ഇവിടെ നോക്കൂ, ഇതിന്റെ ഇവിടെ കോർണറിലായിട്ടാണ് നമ്മുടെ സർക്കിൾ കിടക്കുന്നത്. പിന്നെ എവിടേക്കാണ്? അടുത്ത കോർണർ അല്ല, കുറച്ച് മേലേക്ക് കയറി അല്ലെ. അതായത് ഈ ലൈനിന്റെ നടുക്കായിട്ടാണ് അടുത്ത ഫിഗറിൽ വരുന്നത്. പിന്നെ നേരെ അടുത്ത കോർണറിൽ വന്നു. അപ്പൊ ഇനി അടുത്ത എവിടെയായിരിക്കും ഈ സർക്കിൾ ഉണ്ടാവുക? നെക്സ്റ്റ് ലൈനിന്റെ മിഡിലായിട്ട് നടുക്കായിട്ടായിരിക്കും ആ സർക്കിൾ ഉണ്ടാവുക. ഓക്കെ, ക്യാൻ യു ഡ്രോ മോർ പാറ്റേൺസ് ലൈക്ക് ദിസ്? അപ്പൊ ഇതുപോലെയുള്ള 2 പാറ്റേൺ വരയ്ക്കാനാണ് ഈ സ്ഥലം തന്നിരിക്കുന്നത്. ഇവിടെ ചെയ്യാൻ പറയുന്നത് ഇഷ്ടമുള്ള 2 പാറ്റേൺ വരയ്ക്കുക നിങ്ങൾ.
നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് സർക്കിളും ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ടുള്ള പാറ്റേൺ ആണ്. അടുത്തത് നമ്മൾ ട്രയാങ്കിളും സർക്കിളും ഉപയോഗിച്ചിട്ടുള്ള പാറ്റേൺ ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പാറ്റേണുകൾ വരയ്ക്കുക. നെക്സ്റ്റ് ഷേപ്സ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുള്ള ഷേപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 3 ഷേപ്പ് പഠിച്ചു അല്ലെ, സർക്കിളും ട്രയാങ്കിളും അതുപോലെ റെക്റ്റാങ്കിളും. ഈ 3 ഷേപ്പിലുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സീ ദ പിക്ചർ ഡു യു സീ എനി ഫെമിലിയർ ഷേപ്സ്, റൈറ്റ് ദം ഡൗൺ. ഈ ചിത്രം കണ്ടില്ലേ? ഈ ചിത്രത്തിൽ നമ്മൾ പഠിച്ച ഷേപ്പുകൾ ഉണ്ട് അല്ലേ? ഇതാ നമ്മുടെ റെക്റ്റാങ്കിൾ ഉണ്ട്, ഇതുണ്ടോ റെക്റ്റാങ്കിൾസ് ഉണ്ട്, പിന്നെ ആരാ ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ സർക്കിൾ ഉണ്ട്. നമ്മൾ പഠിച്ച ഷേപ്പുകൾ വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ് അല്ലെ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച 3 ഷേപ്പുകളാണ് ഇവിടെ എഴുതേണ്ടത്. സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ. ഡു യു സീ എനി സച്ച് ഷേപ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ സ്കൂൾ, റൈറ്റ് ദം ഇൻ ദ ടേബിൾ ബിലോ. അപ്പൊ നമ്മൾ ഈ 3 ഷേപ്പുകളിലുമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്, നമുക്ക് ചുറ്റുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങൾ, അതിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. റെക്റ്റാങ്കിൾ ഷേപ്പിൽ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളുടെ പേര് ഇവിടെ എഴുതുക. അതുപോലെ ട്രയാങ്കിൾ, സർക്കിളിൽ എഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? റെക്റ്റാങ്കിൾ നമ്മൾ കണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ടേബിൾ ഉണ്ട്, ബുക്സ്, മാച്ച് ബോക്സ്, അതുപോലെ ബോർഡ് അല്ലെ. ട്രയാങ്കിൾ ആണെങ്കിൽ ബർത്ത്ഡേ ക്യാപ്പ് അല്ലെ, ബർത്ത്ഡേക്കൊക്കെ തലയിൽ വെക്കുന്ന തൊപ്പിയില്ലേ, അത് ട്രയാങ്കിൾ രൂപത്തിലാണ്. പിന്നെ അടുത്തത് നമുക്ക് ഐസ്ക്രീം പറയാം, ചീസ്. സർക്കിളില് ബാങ്കിൾ വെച്ചാൽ വള, റിങ്, മോതിരമാണ്. പിന്നെ എന്താണ് പ്ലേറ്റ്, ഇതെല്ലാം സർക്കിൾ ഷേപ്പാണ് അല്ലെ. അപ്പൊ ഇനിയും ഇതുപോലെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് അറിയുന്ന വേറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം എഴുതി ചേർക്കുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അടുത്തത് വുഡൻ ഷേപ്സ്. Anu and friends are making shapes with wooden blocks. Wooden blocks മരക്കട്ട എന്നാണ് പറയുക. You can also play such games. Who made the highest stake. അതായത് ഇതുപോലെ ഏറ്റവും ഹൈറ്റിൽ ആരാണ് മരക്കട്ട വെച്ചിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, എന്താണ് ആരാണെന്നാണ് ചോദ്യം. കളിച്ചു നോക്കുക, ഒരു ഗെയിം പോലെ തന്നിരിക്കുകയാണിത്. അടുത്തത് നെക്സ്റ്റ് റൈറ്റ് ദ നെയിംസ് ഓഫ് സം ഒബ്ജക്ട്സ് ഷേപ്ഡ് ലൈക്ക് റെക്ടാംഗിൾ ബ്ലോക്സ് ആൻഡ് ബോൾസ്. റെക്ടാംഗിൾ ബ്ലോക്ക് രൂപത്തിലുള്ളതും അതുപോലെ ബോൾസിന്റെ രൂപത്തിലുള്ളതും സാധനങ്ങളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. റെക്ടാംഗുലർ ബ്ലോക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെയുള്ള കല്ലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ബ്രിക്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അത് നമ്മൾ മാച്ച് ബോക്സ് ഒക്കെ റെക്ടാംഗുലർ ബ്ലോക്ക് ആണ്, അതിന് ആ ഷേപ്പ് ആണത്. അപ്പൊ ബ്രിക്ക് ഇസ് എ റെക്ടാംഗുലർ ബ്ലോക്ക്, ബോൾ ഇസ് എ സ്ഫിയർ ആണ്. അപ്പൊ ഇത്തരം റെക്ടാംഗിൾ ബ്ലോക്ക് രൂപത്തിലുള്ള സാധനങ്ങൾ, ബോൾസിന്റെ രൂപത്തിലുള്ളത്, അതിന്റെയൊക്കെ അതിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അതിനുള്ള കോളം ആണിത്. അപ്പൊ നമുക്ക് റെക്ടാംഗിൾ ബ്ലോക്ക് പറഞ്ഞാൽ മാച്ച് ബോക്സ് എഴുതാം, ബ്രിക്സ് മൊബൈൽ ഫോൺ, ബോൾസ് ഫുട്ബോൾ, എർത്ത്, ബോൾസ്, ഇതെല്ലാം സ്ഫിയർ ഷേപ്പ് ആണ് അല്ലെ. Okay, next vegetable printing. Vidhu made a vegetable printed tablecloth for the work experience contest. He used okra, carrot, potato and onion to make it. Can you too make such prints? Now vegetable printing കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വെജിറ്റബിൾ പ്രിന്റിംഗ് പറഞ്ഞത്. ക്ലോത്തിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിധു ചെയ്തിട്ടുള്ള ഒരു വെജിറ്റബിൾ പ്രിന്റഡ് ടേബിൾ ക്ലോത്ത് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾസ്, എല്ലാ വെജിറ്റബിൾസും അല്ല നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒക്രയാണ്. ഒക്ര എന്ന് വെച്ചാൽ വെണ്ടയ്ക്കനെ പറയുന്നതാണ് ഒക്ര എന്ന് പറയുന്നത്. പിന്നെ ക്യാരറ്റ്, പൊട്ടറ്റോ, ഒനിയൻ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വെജിറ്റബിൾ പ്രിന്റ് ചെയ്യാൻ പറ്റും. അത് കട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും പെയിന്റ് ആക്കിയ ശേഷം നമ്മൾ തുണിയിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഷേപ്പ് കിട്ടും. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇത് നമ്മൾ വെണ്ടയ്ക്ക് വെച്ചിട്ട് വരച്ചിരിക്കുന്ന ഷേപ്പുകളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ അതുപോലെ ചെയ്ത് നോക്കാൻ, ഒരു വെജിറ്റബിൾ പ്രിന്റിംഗ് ചെയ്ത് നോക്കാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ എത്തി. ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ പേജ് 7. വിച്ച് പിക്ചർ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? അപ്പൊ നമ്മൾ 7ാമത്തെ പേജിൽ, നമ്മൾ ഫസ്റ്റ് പേജിൽ ചാപ്റ്ററിന്റെ തുടങ്ങുന്ന പേജിൽ കുറേ ചിത്രങ്ങൾ അല്ലെ, പല ഷേപ്പുകളിലുള്ള പല രൂപങ്ങൾ നമ്മൾ കണ്ടു. അതിൽ നിങ്ങൾക്ക് ഏത് ചിത്രമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നാണ് ഇവിടെ ചോദ്യം. പിന്നെ കുറേ ഷേപ്പ് ഉണ്ടല്ലേ, നമ്മൾ ഷേപ്പുകൾ ഉപയോഗിച്ച് സർക്കിളും ട്രയാങ്കിളും റെക്ടാങ്കിളും ഒക്കെ ഉപയോഗിച്ചിട്ട് ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, ട്രീ ഉണ്ട്, വല്ല വീടുകൾ അല്ലെ, ഹൗസ് ഉണ്ട്, എയ്റോപ്ലെയിന്, ബേർഡ്സ്, കുറേ പിക്ചറുകൾ ഉണ്ട്. അതില് നിങ്ങൾക്ക് ഇഷ്ടമായ പിക്ചർ ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടം ഏത് വേണമെങ്കിലും ഇവിടെ എഴുതാം. നമ്മളിവിടെ ഡോഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പിക്ചർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതാം. വാട്ട് ഷേപ്സ് ആർ ദർ ഇൻ ദ പിക്ചർ? ആ ഏതൊക്കെ ഷേപ്പുകളാണ് ചിത്രത്തിലുള്ളത്? സർക്കിൾ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ. മേക്ക് വൺ സച്ച് ഇൻ ദ സാൻഡ് ട്രേ. സാൻഡ് ട്രേ എന്ന് വെച്ചാൽ മണൽ വെച്ചിട്ടുള്ള, മണലിൽ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. മണൽ വെച്ചിട്ടുള്ള ട്രേ ആണത്. അപ്പൊ അതിൽ ഇതുപോലെ ഷേപ്പുകൾ വരച്ചു നോക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് joining shapes. Use rectangles and triangles and circles to draw any picture you like. അതായത് നമ്മൾ റെക്ടാങ്കിളും ട്രയാങ്കിൾസും സർക്കിൾസും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം ഇവിടെ വരയ്ക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചിത്രം വേണമെങ്കിലും വരയ്ക്കാം. നമ്മളിവിടെ ഒരു കാറ്റിനെയാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ ഏത് ചിത്രം വേണമെങ്കിലും ഈ 3 ഷേപ്പുകൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. ഓക്കെ,
നെക്സ്റ്റ് കളർ ദ പിക്ചർ ബിലോ ആൻഡ് മേക്ക് ഇറ്റ് പ്രിറ്റി. ഇപ്പോൾ ഒരു ചിത്രം തന്നിരിക്കും, ഇതിൽ ഷേപ്പുകൾ ഉപയോഗിച്ച് വരച്ച ഒരു മരം, അല്ല ട്രീ ഉണ്ട്, അതുപോലെ ഒരു പപ്പി, ഒരു ഡോഗ് ഉണ്ട്, പിന്നെ എന്താ ഒരു ഹൗസ്, സണ്ണ്, അതുപോലെ ഒരു ബേർഡ് അല്ലെ, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കളർ ചെയ്യാനാണ് പറയണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്ത് ചിത്രം നല്ല ഭംഗിയാക്കുക. ഇപ്പൊ നമ്മുടെ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലുള്ളത്, ഒന്നാമത്തെ യൂണിറ്റ് ലെറ്റ്സ് ഡ്രോയിലുള്ളത്. അപ്പോൾ കുറേ 3 ഷേപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്, സർക്കിളും ട്രയാങ്കിളും റെക്റ്റാങ്കിളും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പാഠം ഇഷ്ടമായോ? ക്ലാസ് മനസ്സിലായില്ലേ? ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ 3ാം ക്ലാസ്സിലെ മാത്സ് മാത്രമല്ല നമ്മുടെ ഇംഗ്ലീഷും മലയാളം ഒക്കെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ്സുകളും കാണുക. മലയാളം ഏത് ക്ലാസ്സിലാണെങ്കിലും അതിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ കാണാൻ പറ്റും. എല്ലാ ക്ലാസ്സും കാണുക.